നാമത്തിന് മക്കളുണ്ടാവട്ടെ. യോഗാധ്യക്ഷൻ ഇടവകയുടെ വികാരിയുമായ നയിപ്പിച്ചറിയിച്ചു മുഖ്യ സന്ദേശം നൽകുന്ന പെരുന്നാളും ജോർജ് വേദിയിലുള്ള മറ്റു വൈദിക ശ്രേഷ്ഠരെ, ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് ജോർജ്, സെക്രട്ടറി ശ്രീ ജോസ് മാത്യൂസ്, ട്രസ്റ്റി ശ്രീ ആന്റണി തോമസ് ഉൾപ്പെടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ലാള സിന്ധു മഹത്തമ ഇടവകയുടെ 139ാമത് ഇടവക ദിന സമ്മേളനത്തിൽ എന്നെ പങ്കുചേർത്തതിന് ഇടവകയോട് ബഹുമാനപ്പെട്ട വികാരിയോടും എന്നെ പ്രത്യേകമായി ക്ഷണിച്ച എൻ്റെ ആത്മസുഹൃത്തുക്കൂടെയായ ഇടവക സെക്രട്ടറി ശ്രീ ജോസ് മാത്യു സാറിനോട് നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം കടപ്പാട് അതിനെ അറിയിക്കുകയാണ്. 139 വർഷം പിന്നിടുവാൻ ലാള സിന്ധു ഇടവകയെ കരുതിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒരു ദേശത്തൊരു പള്ളി ഉണ്ടാകുന്നു, അത് ദേശത്തിന് അനുഗ്രഹമായി മാറുകയാണ്. ഇടയാറുമുള്ള എന്ന ഈ ദേശത്ത് 139 വർഷമായി പരിലസിക്കുന്ന ഈ ജ്യോതിസ് ഇനിയും തലമുറകൾക്ക് പ്രകാശമായി, നാടിന് വെളിച്ചമായി മാറുവാൻ ഇനിയും നൂറ്റാണ്ടുകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേവാലയങ്ങളിൽ ഈ കാലത്ത് ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ ആ ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടായി. കോവിഡ് മഹാമാരി വിട്ടൊഴിഞ്ഞപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു, കോവിഡ് കാലത്ത് പള്ളിയൊന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ചല്ലോ, ഇനിയും അങ്ങനെ ആയിക്കൂടെ? ന്യായമായ ചോദ്യമാണ്. ചില സാഹചര്യങ്ങളൊക്കെ നമ്മളെ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഒരാൾ പള്ളിയിൽ രാവിലെ ഞായറാഴ്ച പോകാനായിട്ട് വീട്ടിൽ നിറങ്ങുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞതായിട്ട് കേൾക്കുന്നു, ദൈവമേ, ഞാൻ രാവിലെ പള്ളിയിൽ പോവുകയാണ്, തിരിച്ചു വീട്ടിൽ വന്നിട്ട് വീണ്ടും കാണാം, തിരിച്ചു വന്നിട്ട് വീണ്ടും കാണാം. അതിൽ ചില കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലേ? പള്ളിയിൽ പോകുമ്പോൾ പറയുന്നത് പള്ളിയിൽ പോകുക, പക്ഷെ തിരിച്ചു വന്നിട്ട് അങ്ങനെ വീണ്ടും കാണാം. അപ്പോൾ പള്ളിയിൽ ദൈവം ഇല്ലാതായ, പള്ളിയിൽ പോയാൽ ദൈവത്തെ കാണാൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് നിലവിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത്. ചില പള്ളികൾ കാണുമ്പോൾ എനിക്ക് പോലും അങ്ങനെ ഒരു ചോദ്യമുണ്ടായി. ഞാൻ ചങ്ങനാശ്ശേരി അടുത്താണ് എൻ്റെ സ്വദേശം. ആ മേഖലയിൽ വിസ്താരമായിട്ടാൽ പള്ളിയുടെ പേര് ഞാൻ പറയും. ആ പള്ളി പുതുക്കിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതുക്കിപ്പടി തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞു, പൂർത്തിയായിട്ടില്ല. തോമസ് സഭയിലെ, യാക്കോബായ സഭയിലെ അല്ല. പക്ഷെ ഈ പള്ളി പൂർത്തിയാകാൻ ഇനിയും ഒരു 1-2 വർഷം കൊണ്ടുള്ള മിനിമം എടുത്തു. അത് പൂർത്തിയായാൽ ഒരു പക്ഷേ അതിന്റെ നിർമ്മാണ ചെലവിനായിട്ട് മിനിമം 100 കോടി രൂപയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ അതിന് ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. കണ്ടാൽ നമ്മുടെ കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനോഹരമായ ഒരു കൊട്ടാര സദൃശ്യമായ ദേവാലയമാണ്. പക്ഷെ 100 കോടിയും അതിലുപരിയും ഒക്കെ മുടക്കിയത് ദേവാലയം ഈ കാലത്ത് പണിതാൽ അവിടെ ദൈവമുണ്ടാകുമെന്നുള്ളൊരു ചോദ്യം ന്യായമാണ്.
അവിടെ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് അവരത് പണിയുന്നത്. അവരുടെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്തു. പക്ഷെ 100 കോടിയും 200 കോടിയും മുടക്കി ഒരു ദേവാലയം ഈ കാലത്ത് പണിയുന്നത് ദൈവാരാധനയ്ക്കാണോ? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ പള്ളി, ദേവാലയം എന്തിനാണ്? പള്ളിയും ദേവാലയം ആരാധനയ്ക്കുള്ളത്, പ്രാർത്ഥിക്കുവാനുള്ളത്. കർത്താവിന്റെ കാലത്തും ആരാധനാലയങ്ങൾ കള്ളന്മാരുടെ ഗുഹകളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ആലയം, പിതാവിന്റെ ആലയം, പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് ദൈവം കർത്താവ് വിധിക്കുന്നു. എൻ്റെ തന്നെ സഭയിലെ ഒരു സിറ്റി പള്ളി ഉണ്ടായ ഒരു സംഭവം ഞാനൊന്ന് പഠിക്കുന്ന കാലത്താണ്, സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത്, ആ പള്ളിയുടെ പ്രധാന പെരുന്നാൾ ദിവസം വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ ഒരു കലാപരിപാടിയുണ്ട്. ലേലം വിളി എന്നാണ്. നിങ്ങളുടെ മർദ്ദമസഭയിലുണ്ടോന്ന് പറഞ്ഞു. പെരുന്നാളിന്റെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ലേലം വിളി. ആ പള്ളിയിൽ സ്ഥലസൗകര്യം ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കും ലേലം വിളി നടന്നത് പള്ളിക്കുള്ളിലാണ്. നിർഭാഗ്യവശാൽ അതിന് സാക്ഷിയാകേണ്ടി വന്നിരിക്കും. അപ്പൊ പല സ്ഥാപനങ്ങൾ ലേലം വിളിച്ച കൂട്ടത്തിൽ ആരോ ഭയഭക്തിയോടെ കർത്താവിന്റെ ഒരു പടം ലേലത്തിന് കൊണ്ട് വെച്ചിട്ടുണ്ട്. ലേലം വിളിക്കുന്നയാൾ ഈ പടം കയ്യിലെടുത്തിട്ട് യേശു ക്രിസ്തു 500 രൂപ അങ്ങനെ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കലാപരിപാടി പ്രകടനമായിരുന്നു. ലേലം വിളിക്കാനുള്ള ആളുടെ കഴിവൊക്കെ അപാരമാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അവസാനം 2,50,000 രൂപയ്ക്ക് കർത്താവിന്റെ ആ പടം ലേലം പോയി. 1 തരം, 2 തരം, 3 തരം കർത്താവ് 2,50,000 രൂപ. ഞാനപ്പോൾ യെരുശലേം ദേവാലയത്തിൽ കർത്താവ് ചാട്ടവാറുമായിട്ട് വരുന്ന ആ ചിത്രമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ദേവാലയങ്ങൾക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂപഭാവ വ്യത്യാസം നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അവിടെയാണ് ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ സെന്തോ ദേവാലയം വ്യത്യസ്തമായ പാതയിൽ കൂടി ഒരു ദേവാലയത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ആരാധനയും സേവനവും 2 കൽപ്പനകളായിട്ട് 10 കൽപ്പനകളെ കർത്താവ് ചുരുക്കുമ്പോൾ അത് ഇപ്രകാരമാണ് കർത്താവ് പറയുന്നത്: നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നീ ആരാധിക്കണം. 2ാമത്തെ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. ഇതിലെല്ലാം അടങ്ങിയിരിക്കും. ദേവാലയങ്ങളും ഈ 2 കൽപ്പനകൾ പാലിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ദേവാലയത്തിൽ വരുന്നത് ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ആരാധിക്കുവാനാണ്. ഇന്ന് പെന്തിക്കോസ്ത് ദിനങ്ങളുടെ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിൽ കൂടിയ പ്രവാചകനെ നടത്തുന്ന ഒരു സംഭവമുണ്ട്. 37-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഉണങ്ങിയ അസ്ഥികളിൽ കർത്താവിന്റെ ആത്മാവ് പകർന്നപ്പോൾ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് അവർ ആരാധിച്ചു എന്ന ഒരു വാക്യം. ദേവാലയം അതിനുവേണ്ടിയുള്ളതാണ്. ഞാനും നിങ്ങളുമാകുന്ന ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു സൈന്യമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടമാണ് ദേവാലയം. 138 വർഷക്കാലം ഈ ദേശത്ത് നിവർന്നു നിന്ന് സൈന്യമായി, ഒരു സമൂഹമായി, ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ദേശത്ത് സെന്തോ എന്ന ദേവാലയത്തിൽ കൂടി ദൈവം നൽകിയതിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കുന്നു. 2ാമത്തെ കൽപ്പന, ദൈവത്തെ ആരാധിക്കുന്ന ജനം സ്വന്തം അയൽക്കാരനെ സേവിക്കുന്നവരാവണം, സ്നേഹിക്കുന്നവരാവണം. അവിടെയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പരാജയപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ ഇന്ന് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് സഹോദര സ്നേഹം, അയൽക്കാരനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയാത്തത് വഴിയാണ്. അയൽക്കാരൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ മാറുകയാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റ് സംസ്കാരം വന്നതോടുകൂടി ദേവാലയത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങെന്ന വാക്ക് പോസിറ്റീവായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രവൃത്തി എന്ന് പറയുന്നത് മുറിക്കലാണ്. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ മുറിച്ച് പകുത്ത്
നമ്മൾ അനുഭവിക്കുന്ന ആരാധനയുടെ ഏറ്റവും ഉദാത്തമായ ഭാവം വിശുദ്ധ കുർബാന. ഇന്ന് കുറച്ച് കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ച ദിനം കൂടെയാണല്ലോ. അവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാ നന്മകൾ നേരുകയും ചെയ്തു. 34-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും. ഇന്ന് കുഞ്ഞുങ്ങൾ ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദിവസമാണ്. കർത്താവിന്റെ രുചി അവരുടെ അധരങ്ങളിൽ ആദ്യമായി സ്പർശിക്കപ്പെട്ട ദിനമാണ്. ആ രുചി ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം, അതിന് മുമ്പ് അത് രുചിച്ചവരോടൊപ്പം ആയുഷ്കാലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അപ്പം മുറിക്കപ്പെട്ട ആരാധനയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അത് ദേവാലയത്തിൽ തീരാനുള്ളതല്ല. 4 വാക്കുകളാണ് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പറയുന്നത്. എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഈ 4 വാക്കുകൾ പറഞ്ഞാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുന്നത്. ആ 4 വാക്കുകൾ വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ എല്ലാ കുർബാനയിലും പറയുന്നു. അപ്പം കയ്യിൽ എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഇതേ 4 വാക്കുകളാണ് കർത്താവ് സാധാരണ ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് കൂടെ സഞ്ചരിക്കുന്ന കർത്താവ് അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന അപ്പവും മീനും കയ്യിലെടുത്തിട്ട് സ്തോത്രം ചെയ്തിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആരാധിക്കുന്ന സമൂഹം മുറിക്കപ്പെടുന്ന സമൂഹമാകണം. അയൽക്കാരന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി മുറിക്കപ്പെടുന്നവരാവണം ഞാനും നിങ്ങളും. കർത്താവിന്റെ മുറിക്കപ്പെട്ട ശരീരം നമ്മൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ നമുക്കാവണം. ഞാനൊരു കഥ പറഞ്ഞതിന് വാക്കുകളെ അവസാനിപ്പിക്കും. 2 ചെറുപ്പക്കാരൊരു യാത്ര ചെയ്യുക. ഒരു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇവർക്കൊരു സ്വഭാവമുണ്ട്. ട്രെയിൻ എവിടെ നിർത്തിയാലും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്തെങ്കിലും വാങ്ങി കുടിക്കും, കഴിക്കും. അങ്ങനെ ആദ്യത്തെ സ്റ്റേഷനിൽ വണ്ടി നിർത്തി ഈ 2 പേരുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ചായ വാങ്ങിക്കും. ചായ കുടിക്കുന്നതിനിടയിൽ ഇതിൽ ഒരു കൂട്ടുകാരൻ, അവൻ ഇച്ചിരി ബുദ്ധിമാനായിരുന്നു. അവൻ പോക്കറ്റിൽ നിന്ന് 2000 രൂപയുടെ നോട്ട് എടുത്ത്, 2000 രൂപ നോട്ട് നിരോധിക്കുന്നതിന് മുമ്പുള്ളതേ, ഈ 2000 രൂപ നോട്ട് എടുത്ത് ചായക്കാരന് കൊടുത്ത് 2 ചായക്ക് 19-20 രൂപ. അപ്പൊ കടക്കാരൻ പറഞ്ഞു ചില്ലറയില്ല, ചില്ലറ തരണമെന്ന്. അപ്പൊ മറ്റേ കൂട്ടുകാരൻ പോക്കറ്റിൽ നിന്ന് 20 രൂപ എടുത്ത് ചായക്കാരന് കൊടുത്തു. അങ്ങനെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് അവർ യാത്ര തുടങ്ങി. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ അവർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്തോ വാങ്ങി, വട ഏതാണ്ട് വാങ്ങി കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ നമ്മുടെ ബുദ്ധിമാനായ സ്നേഹിതൻ വീണ്ടും 2000 രൂപ നോട്ട് ബുക്കിങ്ങിന് വിളിച്ചു. മറ്റേ സ്നേഹിതൻ പറഞ്ഞു, നിന്റെ 2000 രൂപ നോട്ട് മാറണ്ട, എൻ്റെ ഈ ചില്ലറയുണ്ട്, ഞാൻ കൊടുക്കാം. അവൻ ചില്ലറ കൊടുത്തു. അങ്ങനെ കണക്ക് സെറ്റിൽ ചെയ്ത് അവർ വീണ്ടും ട്രെയിനിൽ കയറി. ഈ നാടകം എറണാകുളം വരെ ആവർത്തിച്ചു. എല്ലാ സ്റ്റേഷനിലും ഇവരെ വണ്ടി നിർത്തുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്തെങ്കിലും കുടിക്കും, എന്തെങ്കിലും കഴിയും. ബുദ്ധിമാനായ കൂട്ടുകാരൻ 2000 രൂപ നോട്ട് ബുക്കിയെടുക്കും, മറ്റവൻ ചില്ലറ കൊടുക്കുകയും ചെയ്യും. എറണാകുളത്ത് വണ്ടി നിർത്തുമ്പോൾ ബുദ്ധിമാനായ കൂട്ടുകാരൻ്റെ 2000 രൂപ നോട്ട് ഇൻടാക്റ്റാണ്, ഒരു കുഴപ്പവും. പാവപ്പെട്ട സ്നേഹിതന്റെ ചില്ലറ മുഴുവൻ തീർന്നിരിക്കും. നമ്മളിതിൽ ആരെപ്പോലെയാണെന്ന് ചിന്തിക്കുവാൻ ഇടവകത്തിന് നമ്മളെ പ്രേരിപ്പിച്ചു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് സ്വന്തം ശരീരം ഗൗഗൽത്തായിൽ കുരിശിൽ മുറിച്ച് ചില്ലറയാക്കിയവൻ, പകുത്ത് നൽകിയവൻ. അത് വിശുദ്ധ കുർബാനയായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കുള്ളതിനെ പകുത്ത് മുറിച്ച് പകുത്ത് നൽകുവാനായിട്ടുള്ള വിളിയാണ് ഓരോ ഇടവകയും ഇടവകക്കാരും സ്വീകരിക്കേണ്ടത്. ഞാനൊരു പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പിന്നെ ആ പള്ളിയിൽ എന്നെ വിളിച്ചിട്ട്, അതിന്റെ കാരണം അന്ന് വരെ നേർച്ചയിടാൻ നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ചില്ലറയിട്ടത് നോട്ട് തന്നെ ഇടണോ. അപ്പൊ ഞാൻ എല്ലാവരോടും ചില്ലറയാക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വരുമാനം പറയും എന്ന് പറഞ്ഞ് പിന്നെ എന്നെ വിളിച്ചിട്ട് ആ അർത്ഥത്തിലല്ല ഞാനിത് ഉപയോഗിച്ചു. നമുക്ക് ദൈവം തരുന്നതിനെല്ലാം മുറിച്ച് ചില്ലറയാക്കി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്നുള്ളതാണ് സന്ദേശം.
ഈ ഇടവക അത് ചെയ്യുന്നുണ്ടെന്ന് ജോസ് മാത്യു സാർ വായിച്ച റിപ്പോർട്ടിൽ കേട്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. 5 ലക്ഷത്തിലധികം പണത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇടവക ഒരു വർഷം കൊണ്ട് ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. പള്ളിക്കുള്ളിൽ ആരാധിക്കുന്ന സമൂഹം പള്ളിക്ക് പുറത്ത് സേവനത്തിൻ്റെ മേഖലയിലാണ്. ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് ഓർത്തഡോക്സ് സുറിയാനി വേദശാസ്ത്രത്തിൽ പറയും. നമ്മുടെ ആരാധന പള്ളിക്കുള്ളിൽ തീരുന്നില്ല. ആരാധനയ്ക്ക് അപ്പുറത്തുള്ള ആരാധന ഈ സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്കുള്ളതിനെ മുറിച്ച് പങ്കുവയ്ക്കുന്നത് കൂടി അപ്പോഴാണ് ആരാധന പൂർത്തിയാകുന്നത്. അതിന് ഇത്രയും കാലം ദൈവത്തിൻ്റെ അനുഗ്രഹത്താലുള്ള സംഘവും മാത്രമായിട്ട് അവയ്ക്ക് സാധിച്ചു. ഇനിയുള്ള വർഷങ്ങളിലും നൂറ്റാണ്ടുകളിലും കൂടുതൽ അർപ്പണബോധത്തോടെ, കൂടുതൽ ദൈവ ബലത്തോടുകൂടി, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ, ആരാധനയുടെ സാക്ഷ്യത്തിലും സാമൂഹിക സേവന സാക്ഷ്യത്തിലും ഇടവകയ്ക്ക് ഇനി ഏറെ മുന്നേറുവാൻ ദൈവം നമ്മള് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഇടവക ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ക്രിസ്തുനാമത്തിൽ നേരുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സന്തോഷത്തിൽ എന്നെ പങ്കെടുപ്പിച്ചതിന് സംഘാടകരോട് നിങ്ങളെല്ലാവരോടുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ 139ാമത് ഇടവക ദിന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു.